ഹലോ, ഗുഡ് മോർണിംഗ്. നല്ലൊരു ഫ്രഷ് ഡേ. സാറ്റർഡേ സൺഡേ ഒരു ഓഫ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് ജിമ്മിൽ വന്നേക്കുവാണ്. ഒരു സൈക്ലിംഗ് കഴിഞ്ഞു, പിന്നെ ജിമ്മിൽ ഇച്ചിരി വർക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു കഥ പറയാൻ എഴുതി. ഈ കഥ നെറ്റ്ഫ്ലിക്സിലുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പിള്ളേർ ഓടിയിരുന്ന് കണ്ടാണ്. എൻ്റെ 2 മക്കൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പടം കണ്ടു കഴിഞ്ഞിട്ടും അതിങ്ങനെ അതിൻ്റെ കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, നെറ്റ്ഫ്ലിക്സിൽ ഓടുന്നുണ്ട്. അതിൻ്റെ പേര് റിമാർക്കബ്ലി ബ്രൈറ്റ് ക്രീച്ചേഴ്സ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ഏജുള്ളവർക്കും കാണാൻ പറ്റും. അത് ഭയങ്കര ഫീൽ ഗുഡ് മിസ്റ്ററി, ഒരു പസിൽ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മളെ ത്രില്ലടിപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സംഗീതം പോലെ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് ചേരുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടത്തില്ലേ ചില മൂവികൾ. അതായത് നമ്മളെ ഇടിച്ച് കുത്തിയൊന്നും നമുക്ക് അതിനെ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, മീൻസ് അത് അകത്തേക്ക് എടുക്കേണ്ട കാര്യമില്ല. അത് നമ്മളിലേക്ക് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് ചേരുന്ന പോലത്തെ ഇമോഷൻസ്. വളരെ നല്ലൊരു മൂവിയാണ് കേട്ടോ. ഫാമിലി ആയിട്ട് വന്ന് ഇരുന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവി. അപ്പം ഇതിൻ്റെ കഥ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ കഥ പോകുന്നത് മൊത്തം ഒരു മാർസലസ് എന്ന് പറയുന്ന ഒക്ടോപ്പസിൻ്റെ കണ്ണിലൂടെയാണ്. ആ ഒക്ടോപ്പസിനെ അക്വേറിയത്തിൽ കൊണ്ടുപോയി കൂട്ടിലടച്ചിട്ടേക്കുവാണ്. അപ്പം അത് കാണാനായിട്ട് വരുന്ന കുട്ടികൾ, ഈ അക്വേറിയം ക്ലീൻ ചെയ്യാൻ വരുന്ന ടോവയാണ് ഇതിനകത്തെ നായിക. ഒരു പ്രായമുള്ള സ്ത്രീ, ഒരു പാവം സ്ത്രീ. അവർ ഇച്ചിരി OCD ആണ്, എല്ലാം നല്ല പ്രോപ്പറായിട്ട് എല്ലാം കാര്യങ്ങളും ചെയ്യണം. അവരുടെ ലൈഫിൽ ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. അവർക്ക് ഒരുപാട് ട്രാജഡി ഉണ്ട്. അവരുടെ ഹസ്ബൻഡ് വെച്ചുപോയി. 18 വയസ്സിൽ അവരുടെ മോൻ അവർ വഴക്കിട്ടേ ഇല്ല മോനുമായിട്ട്. പക്ഷേ ആ ഒരു രാത്രി ആ മോൻ വഴക്കിട്ട് ഒരു ബോട്ട് എടുത്ത് ഇറങ്ങി. ഇവരെല്ലാം താമസിക്കുന്നത് സീയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. അതായത് വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റും, അക്വേറിയം എല്ലാം. നമുക്ക് ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് നമുക്ക് നല്ല പ്രകൃതി ഭംഗിയാണ് സത്യം പറഞ്ഞാൽ. ആ മൂവി മൊത്തം കടലും ആ എൻവയോൺമെന്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എനിവേ, അപ്പം ഈ വീട്ടിൽ നിന്ന് ചെറുക്കൻ വഴക്കിട്ട് ബോട്ട് എടുത്തോണ്ട് പോയി. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അതങ്ങ് കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഡിസപ്പിയർ ആയിപ്പോയി. അപ്പം ഈ പുള്ളിക്കാരുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഗിൽറ്റ് ഫീലിംഗ് അടിച്ച് പുള്ളിക്കാർ ഓരോ ദിവസം ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഞാൻ വഴക്കിട്ടോണ്ടാണോ എൻ്റെ മോൻ അന്ന് ഇറങ്ങി പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ മരിക്കത്തില്ലായിരുന്നല്ലോ, അപ്പോൾ എന്തിനാ ഞാൻ വഴക്കിട്ടേ എന്നുള്ളൊരു ഫീലിംഗ് ഇങ്ങനെ ഉള്ളിൽ കിടക്കുക. അപ്പോൾ ഈ ഒക്ടോപ്പസിനെ ഈ ലേഡീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ലേഡി ഇങ്ങനെ രാത്രി വന്നിരുന്ന് വർത്താനം പറയും ഒക്ടോപ്പസിനോട്. ഇവരുടെ സങ്കടങ്ങൾ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എന്താ പറയുക, അങ്ങനെ പോകുന്ന ഒരു സമയത്ത് ഇവർ ഈ ഒക്ടോപ്പസ് എല്ലാ ദിവസവും അല്ല, മിക്ക ടൈമിലും ഈ അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കുക. പക്ഷേ പുള്ളിക്കാർക്ക് മനസ്സിലാവില്ല, പുള്ളിക്കാർ തിരിച്ചു കൊണ്ടിടും. എനിവേ, അതിൻ്റെ ഇടയ്ക്ക് അവരുടെ കാലൊന്ന് വിളിക്കും. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നെക്സ്റ്റ് നായകനായിട്ടുള്ള കാമറോൺ ആ നഗരത്തിലേക്ക് എത്തുന്നത്. കാമറോൺ വന്നിരിക്കുന്നത് ഒരാളെ തപ്പിയാണ്. അപ്പം അവൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ട്രക്കിലാണ്, ഒരു വാനില്ലേ ഇങ്ങനെ നമുക്ക് സഞ്ചരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ക്യാമറ വാൻ പോലത്തെ വന്ന് ഇനിയിപ്പോൾ താമസിക്കാൻ സ്ഥലമില്ല, ജോലിയില്ല. അങ്ങനെ ഈ പുള്ളിക്കാരുടെ കാൽ വിളിക്കിയിരിക്കുന്ന സമയത്തായതുകൊണ്ട് ഒരു ടെമ്പററി ആയിട്ട് ഈ പുള്ളീനെ അവിടെ പോസ്റ്റ് ചെയ്യാണ്. ആ പുള്ളീനെ ഈ ടോവ പണി പഠിപ്പിക്കുന്നു. താല്പര്യമില്ല. ആ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറുക്കനാട്ടോ. എന്താ പറയുക, ഒരു 30 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ. ഈ പുള്ളിക്കാരി എന്ന് പറയുന്നത് ഒരു 87 വയസ്സുള്ള ഒരു അമ്മച്ചി. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ആ പടത്തിനെ കാണാനായിട്ട്. അവരുടെ ഇടയിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, അതായത് ഭയങ്കര ഇമോഷണൽ. ആ ചെറുക്കൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അമ്മ മരിച്ചു. അവൻ്റെ അമ്മ അവനെ ഒറ്റപ്പെടുത്തി വളർത്തിയത്. അവൻ്റെ അപ്പനാരെന്ന് അവൻ അറിയത്തില്ല. അപ്പം അമ്മ മരിച്ചു കഴിഞ്ഞപ്പം ആകെയുള്ള ഒരു തെളിവായിട്ടുള്ള ഒരു മോതിരം കൊണ്ട് കുറച്ച് ഫോട്ടോഗ്രാഫും കൊണ്ട് അപ്പനെ തേടി ഇറങ്ങിയതാണ്. അപ്പൻ ഈ നഗരത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവൻ്റെ സങ്കടങ്ങളും ഈ മാർസലസ് എന്ന് പറയുന്ന ഒക്ടോപ്പസിൻ്റെ പേര് മാർസലസ് എന്നാണ് കേട്ടോ. ആ കഥയിൽ തന്നെ പറയുന്നുണ്ട് അതിന് ഒക്ടോപ്പസ് എന്ന് വിളിക്കുന്നത്, അതിന് പേരുണ്ടെന്ന്. അപ്പോൾ മാർസലസിനോട് ഇവർ രണ്ടുപേരും ഈ സങ്കടങ്ങൾ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരെയും കൂടെ ഇങ്ങനെ അതിൻ്റെ ടെൻറ്റക്കിൾസ് കൊണ്ട് അതിനിങ്ങനെ രണ്ടുപേരും കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ ഒക്ടോപ്പസിന് മനസ്സിലായി ഇവർ തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ടെന്ന്. ആ പസിൽ, അതായത് ഈ മകൻ അന്ന് എങ്ങനെയാണ് ഡിസപ്പിയർ ചെയ്തത്, അതിൻ്റെ റീസൺ എന്താണെന്നും ഈ കാമറോണിൻ്റെ വരവും ഇതെല്ലാം കൂടി ഒരു പസിലാണ്. ആ പസിൽ സോൾവ് ചെയ്ത് കൊടുക്കുന്നത് ഈ മാർസലസ് എന്ന് പറയുന്ന ഒക്ടോപ്പസ് ആണ്. അതാണ് ഇതിൻ്റെ കഥ. നല്ല ഫീൽ ഗുഡ് മൂവി. എൻ്റെ ദൈവമേ, രസമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാമെന്നറിയാമോ. തീർച്ചയായിട്ടും എല്ലാവരും കാണുക. നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നിങ്ങളുടെ മനസ്സിൽ കിടക്കും ആ മാർസലസും പിന്നെ ടോവയും ഒക്കെ ഒരു നമ്പറായിട്ട് അവർക്ക് അവസാനം അവരുടെ ലൈഫിൽ നല്ലൊരു കാര്യം വരും. മാർസലസിൻ്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം വരും. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് അവസാനിക്കുന്ന ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ, നമ്മളെ ഇങ്ങനെ ഒരു താരാട്ട് പോലെ പാട്ടി ഉറക്കുന്ന ടൈപ്പ് മൂവി ഒക്കെ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ബൈ ബൈ.